പോത്തിയെ കേത്തിയെ സ്വർണം ചെമ്പൈ മാത്തിയെ. ആഹാ, പാൻ ഇന്ത്യൻ റീച്ച്. പാടിയത് കോൺഗ്രസ് വക്താവ് പവൻ ഗേര. അല്ല പവൻജി, ഇനി കേസ് എങ്ങാനും വന്നാലോ? കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും. ജയിലിലാവൂല. പതിവ് പോലെ സർക്കാർ യു ടേൺ അടിച്ചിട്ടുണ്ട്. പാരടിപ്പാട്ടിൽ നേരത്തെ എടുത്ത കേസ് പിൻവലിക്കാനാണ് തീരുമാനം. അല്ലേലും പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നുള്ള യു ടേൺ CPM ഇപ്പോൾ പുത്തരിയല്ലല്ലോ. PM ശ്രീ, VC നിയമനം, സ്വകാര്യ സർവകലാശാലകൾ, അങ്ങനെ എന്തല്ല. പാരടിപ്പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് പാരടിയേക്കാൾ വലിയ കോമഡിയാണ്. ഇതൊക്കെ ആരോട് പറയാൻ? ഓൾറെഡി ഹിറ്റായിരുന്ന പാട്ടിനെ കേസെടുത്ത് ബമ്പർ ഹിറ്റ് അടിപ്പിച്ച ക്രെഡിറ്റ് അത് CPM-നാണ്. കേരളം മുഴുവൻ പാടാൻ പോവാണ് പാട്ട്. ഇവര് പ്രചാരണം കൊടുത്ത് ആ സ്ഥിതിയിലേക്ക് എത്തിച്ചു. പോത്തിയെ കേത്തിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുള്ളത്. കേട്ടിട്ടുണ്ട്. സിനിമാ ഫെസ്റ്റിവലിൽ കേന്ദ്രം നിരോധിക്കപ്പെട്ട സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് തീരുമാനിച്ചു. കേന്ദ്രം സിനിമകളെ പേടിക്കുന്നു, ഇവിടെ സംസ്ഥാന സർക്കാർ പാട്ടിനെ പേടിക്കുന്നു. എന്താണ് വ്യത്യാസം? വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഒരു പാട്ട് പാടാൻ സമ്മതിക്കാത്തവർ സിനിമയെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്തോരം മുറവിളി കൂട്ടിയിരുന്ന ആൾക്കാരാ. ഇപ്പൊ കണ്ടില്ലേ, ഒരു പാട്ട്, വെറും ഒരു പാരടിപ്പാട്ട്. മിമിക്രി ആർട്ടിസ്റ്റുകൾ പലരും ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാ താരങ്ങളാണ്. അവരെ എല്ലാവരെയും പിന്നെ തമാശയാക്കുകയും കളിയാക്കുകയും ചെയ്തുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ആർക്കും ഒരു പരാതി ഉണ്ടാവാറില്ല. അതെ, മലയാളികൾ അതൊക്കെ ആ സെൻസിലേ എടുക്കൂ. അല്ലാണ്ട് പാരടിപ്പാട്ടിനൊക്കെ ആരേലും കേസും കൊടുത്ത് അതിന് പിന്നാലെ പോകും. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല. ഈ പാട്ട് കേട്ട് ഇവിടെ വേദനിക്കപ്പെട്ടത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. ഒരു ദൈവത്തിനെ, മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡി ഗാനം നമുക്കത് അംഗീകരിക്കാൻ ഭയപ്പെടാൻ കഴിയുന്ന. പോറ്റിയെ കേറ്റി സ്വർണം കെട്ടുമെന്നാണ് പാട്ടിന്റെ അർത്ഥം. ഇവിടെ എവിടെയാണ് ദൈവം നിന്ന? ഇതിപ്പം ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടതാണോ തെറ്റ്, അതോ അതിനൊരു പാരടി പാട്ട് ഇറക്കിയതാണോ തെറ്റ്? ഈ സ്വർണം കക്കുന്നാണ് ഏറ്റവും വലിയ തെറ്റ്, അതല്ലാതെ കട്ടയിനെ കുറിച്ച് പാട്ട് എഴുതുന്ന കുറ്റമല്ല. പിന്നെ ഇടതുപക്ഷമൊന്നും ശബരിമല ശാസ്താവിനെയും ഗണപതി ഭഗവാനെയും അതുപോലെ ആറ്റുകാൽ ദേവിയെന്നും കളിയാക്കിക്കൊണ്ടുള്ള പാട്ടൊന്നും ഇടതുപക്ഷം ചെയ്യുന്നു. മലപ്പുറം താനാളൂർ പഞ്ചായത്തിൽ CPM-ന്റെ വിജയാഘോഷമാണ്. ആ പാട്ട് ഏതാണെന്ന് ശരിക്കൊന്ന് കേട്ടെ. പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനെതിരെയും ഇറക്കിയിട്ടുണ്ട് ഇതേപോലൊരു ഐറ്റം. ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വാഹനത്തിൽ പോകുന്നതിന് കളിയാക്കിക്കൊണ്ട് ഇതേ അയ്യപ്പ ഭക്തി ഗാനം ഉപയോഗിച്ചൊരു പാരഡി CPM ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കണം.